കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിൽ ഫെബ്രുവരി 2-ാം വാരത്തോടെ സിബിഐ കുറ്റപത്രം സമർപ്പിക്കും. നടനും ടിവികെ അധ്യക്ഷനുമായ വിജയെയും തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനാണ് സാധ്യത. വിജയ് 2-ാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 2-ാമത്തെ തവണയാണ് വിജയ് ചോദ്യം ചെയ്യലിന് വേണ്ടി സിബിഐ വിളിച്ചു വരുത്തുന്നത്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയ് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇത് സമ്മർദ്ദ തന്ത്രമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉയരുന്നുണ്ടായിരുന്നു. സാക്ഷിയായിട്ടാണ് വിളിച്ചു വരുത്തുന്നത് എന്നതടക്കമുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഫെബ്രുവരി 2-ാം വാരത്തോടുകൂടി സിബിഐ കുറ്റപത്രം സമർപ്പിക്കും എന്ന വാർത്ത കൂടി പുറത്തുവരുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, 2-ാം തവണയും വിജയെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിനിടെ പുറത്തുവരുന്ന പുതിയ വാർത്ത സിബിഐ കുറ്റപത്രം സംബന്ധിച്ചാണ്. വിവരങ്ങൾ മധു, ഏറ്റവും പ്രധാനമായിട്ടും വിജയ് കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ ഒരുപക്ഷെ പ്രതി ചേർത്തേക്കാനുള്ള സാധ്യതയാണുള്ളത്. വിജയ്ക്കൊപ്പം തന്നെ തമിഴ്നാട് പോലീസിലെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരും, അത് എ ഡി ജി പി ഉൾപ്പെടെ രണ്ട് പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത്. പ്രതി ചേർക്കുന്ന സമയത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരിക്കും ചാർജുകൾ ഉണ്ടാകുക. ആ വകുപ്പുകൾ ചുമത്തുകയായിരിക്കും ഒരുപക്ഷെ ഇവരെ പ്രതി ചേർത്ത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ ഇവരുടെ പേരിലുള്ള പരാമർശം ഉണ്ടാവുക. എന്തായാലും 2-ാം ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ സിബിഐ ആസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ 12-ാം തീയതി വിജയ് ആദ്യഘട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ആ സമയത്ത് 90 ചോദ്യങ്ങളാണ് വിജയ്ക്ക് മുൻപാകെ സിബിഐ നൽകിയത്. അതിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടിയിരുന്നു. പ്രത്യേകിച്ചും എന്തുകൊണ്ട് 7 മണിക്കൂറിലധികം ഈ വേദിയിലേക്ക് വൈകി എത്തി എന്നുള്ള കാര്യം, അതുപോലെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടെ പ്രസംഗം തുടർന്നു എന്നുള്ള കാര്യം, ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായി അതിനെ ഒഴിവാക്കാൻ വേണ്ടി, ആളുകളെ പിരിഞ്ഞു പോകാൻ വേണ്ടി വിജയ് ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ, അതിനപ്പുറത്തേക്ക് തമിഴ് സിനിമയിലെ സൂപ്പർ താരം എന്ന നിലയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അവിടെ നിന്ന് തിടുക്കപ്പെട്ട് എന്തുകൊണ്ട് ചെന്നൈയിലേക്ക് മടങ്ങി, ഇങ്ങനെ ഒരു 3-4 ചോദ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊന്ന്. രണ്ടാമത്തേത്, നേരത്തെ തന്നെ സിബിഐ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അത് ആ സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പിയുടെ അടക്കം ഡേവിഡ്സൺ ദേവാശീർവാദത്തിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജനുവരി 12-ാം തീയതി വിജയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച സമയത്ത് അദ്ദേഹവും ഇവിടെ സിബിഐ ആസ്ഥാനത്ത് ഹാജരായിരുന്നു. ഈ മൊഴികളുമായി, ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മൊഴികളുമായി വിജയ് നൽകുന്ന മൊഴി ഒത്തുനോക്കുക തുടങ്ങിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പുരോഗമിക്കുക. വിജയുടെ ഈ മൊഴിയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലായിരിക്കും സിബിഐ ഈ കുറ്റപത്രം തയ്യാറാക്കുക. എന്തായാലും ഫെബ്രുവരി 2-ാം വാരത്തോടുകൂടി തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ തന്നെ വിജയുടെ ചോദ്യം ചെയ്യൽ, ഒരു സാക്ഷി എന്ന നിലയിലാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്ന ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് വിജയെയും തമിഴ്നാട് പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ രണ്ടുപേരെയും പ്രതി ചേർത്തേക്കും. അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള വകുപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ശരി, അർജുൻ പീതാംബരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ടിവികെ അധ്യക്ഷനായ നടൻ വിജയെ 2-ാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ സിബിഐ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 2-ാം വാരത്തോടുകൂടി സിബിഐ കുറ്റപത്രം സമർപ്പിക്കുമെന്നും വിവരങ്ങൾ.